ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ഫസ്റ്റ് ചാപ്റ്ററാണ്, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ ബേസിക്കായി മനസ്സിലാക്കേണ്ട മറ്റൊരു കൺസെപ്റ്റ്, ഒരു മൂലകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ ഒരു ആറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ബോറോൺ ആറ്റോമിക് നമ്പർ 5 ആണ്. ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ സാധാരണ എഴുതുന്നത് 2, 3 എന്നാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളും എൽ ഷെല്ലിൽ 3 ഇലക്ട്രോണുകളും കാണപ്പെടുന്നു. അതായത് ന്യൂക്ലിയസിന് അടുത്ത് കിടക്കുന്ന കെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളും ഈ എൽ ഷെല്ലിൽ 3 ഇലക്ട്രോണുകളും കാണപ്പെടുന്നു. ആകെ 5 ഇലക്ട്രോണുകൾ ഇതിൽ കാണപ്പെടുന്നു. ഇനി ആറ്റോമിക് നമ്പർ 6 ആണെങ്കിൽ നമ്മൾ എഴുതുന്നത് 2, 4 എന്നാണ്. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളും രണ്ടാമത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോണുകളും കാണപ്പെടുന്നു. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഈ 6 ഇലക്ട്രോണുകളും ആദ്യത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം കെ ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളുകയുള്ളൂ. ബാക്കി വരുന്ന ഇലക്ട്രോണുകൾ തൊട്ട് അടുത്ത ഷെല്ലിലേക്കാണ് പോവുക. അതായത് ഊർജം കുറഞ്ഞതിൽ നിന്ന് ഊർജം കൂടിയതിലേക്കാണ് ഇലക്ട്രോണുകൾ പോകുന്നത്. സോ ഇലക്ട്രോണിൻ്റെ ഈ അറേഞ്ച്മെൻറ്റിനെയാണ് ഇലക്ട്രോൺ വിന്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പുതിയ പഠനങ്ങൾ പ്രകാരം ഈ ഇലക്ട്രോണുകൾ വന്നു ചേരുന്നത് ഷെല്ലുകളിലല്ല, മറിച്ച് ഈ ഷെല്ലുകളിൽ കാണപ്പെടുന്ന സബ് ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ വന്നു ചേരുന്നത്. ഇനി എന്താണ് സബ് ഷെല്ലുകൾ, എന്താണ് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്നതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഈ മൂലകങ്ങളുടെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് ഇങ്ങനെയാണ്: 1s2, 2s2, 2p1. ഇത് 1s2, 2s2, 2p2. ഇനി എന്താണ് ഈ ഇലക്ട്രോൺ വിന്യാസവും ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും തമ്മിലുള്ള വ്യത്യാസം? ഇതിനെ സാധാരണ ഇലക്ട്രോൺ വിന്യാസം എന്നാണ് പറയുന്നത്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഇനി ഇതിലെ ഓരോ സംഖ്യകളും അതുപോലെ ചില ലെറ്റേഴ്സും സൂചിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത്. പുതിയ കൺസെപ്റ്റ് പ്രകാരം ആറ്റത്തിലെ ഷെല്ലുകളിൽ സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. ഈ സബ് ഷെല്ലുകളെ എസ്, പി, ഡി, എഫ് എന്നിങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. എസ് സബ് ഷെൽ, പി സബ് ഷെൽ, ഡി സബ് ഷെൽ ആൻഡ് എഫ് സബ് ഷെൽ. സോ ഓരോ ഷെല്ലിലും സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. ഇനി കെ ഷെല്ലിൽ എസ് സബ് ഷെൽ മാത്രമേ ഉള്ളൂ. ഇനി എൽ ഷെല്ലിലാണെങ്കിൽ എസ് സബ് ഷെല്ലും പി സബ് ഷെല്ലും ഉണ്ടായിരിക്കും. എം ഷെല്ലിലാണെങ്കിൽ എസ് സബ് ഷെൽ, പി സബ് ഷെൽ, ഡി സബ് ഷെൽ. ഇനി എൻ നെക്സ്റ്റ് ഷെല്ലിലാണെങ്കിൽ എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ 4 സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. അതായത് ഷെൽ നമ്പർ എത്രയാണോ അത്രയും സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ ഷെല്ലാണെങ്കിൽ ഒരു സബ് ഷെൽ, രണ്ടാമത്തെ ഷെല്ലാണെങ്കിൽ 2 സബ് ഷെൽ. ഈ സബ് ഷെല്ലുകളെ സൂചിപ്പിക്കുന്ന ലെറ്റേഴ്സാണ് എസ്, പി, ഡി, എഫ്. സോ ഇതിൽ കാണപ്പെടുന്ന എസ്, പി എന്നത് സബ് ഷെല്ലുകളെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഇതിലും നമുക്ക് സബ് ഷെല്ലുകളെ കാണാൻ കഴിയുന്നതാണ്. ഇനി സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം, ഒരു ആറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഓരോ ഷെല്ലിലും അതിൻ്റെ ക്രമ നമ്പറിന് തുല്യമായ സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ ഷെല്ലാണെങ്കിൽ ഒരു സബ് ഷെല്ലും, രണ്ടാമത്തെ ഷെല്ലാണെങ്കിൽ 2 സബ് ഷെല്ലും. ആ രീതിയിലായിരിക്കും സബ് ഷെല്ലുകളുടെ ക്രമീകരണം. സോ കെ ഷെല്ലിൽ ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിൽ എസ് സബ് ഷെൽ മാത്രമാണ് ഉണ്ടായിരിക്കുക. എൽ ഷെല്ലിൽ എസ് സബ് ഷെല്ലും
പി സബ് ഷെല്ലും ഉണ്ടായിരിക്കും. എം ഷെല്ലിൽ എസ് സബ് ഷെൽ, പി സബ് ഷെൽ, ഡി സബ് ഷെൽ, എൻ സബ് ഷെല്ലിൽ എസ്, പി, ഡി, എഫ് എന്നിങ്ങനെയാണ് സബ് ഷെല്ലുകളുടെ ക്രമീകരണം. ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമുണ്ട്. എസ് സബ് ഷെല്ലാണെങ്കിൽ പരമാവധി 2 ഇലക്ട്രോണുകളാണ് കൊള്ളുക. പി സബ് ഷെല്ലിൽ 6 ഇലക്ട്രോണുകളും, ഡി സബ് ഷെല്ലിൽ 10 ഇലക്ട്രോണുകളും, എഫ് സബ് ഷെല്ലിൽ 14 ഇലക്ട്രോണുകളും കാണപ്പെടുന്നു. സോ ഓരോ സബ് ഷെല്ലിലും കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണിത്. എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ മാത്രമേ കൊള്ളുകയുള്ളൂ. സോ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ എസ് സബ് ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണുകൾ മാത്രമേ ഉൾക്കൊള്ളുകയുള്ളൂ. സോ കെ ഷെല്ലിൽ ഉള്ള പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി എൽ ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോണുകളാണ് കാണപ്പെടുക. സോ ഈ 8 ഇലക്ട്രോണുകൾ എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകളും, പി സബ് ഷെല്ലിൽ 6 ഇലക്ട്രോണുകളും, ടോട്ടൽ 8 ഇലക്ട്രോൺ എൽ ഷെല്ലിൽ കാണപ്പെടുന്നു. അതായത് എസ്സിൽ പരമാവധി 2 ഇലക്ട്രോണുകളും പിയിൽ പരമാവധി 6 ഇലക്ട്രോണുകളുമാണ് കാണപ്പെടുന്നത്. സോ ടോട്ടൽ 8 ഇലക്ട്രോൺ. ഇനി ഇതുപോലെ എം ഷെല്ലിൽ 18 ഇലക്ട്രോണുകളാണ്. ആ 18 ഇലക്ട്രോണുകൾ എസ്സിൽ 2ഉം പിയിൽ 6ഉം ഡിയിൽ 10 ഇലക്ട്രോണുകളും കാണപ്പെടുന്നു. സോ ഇങ്ങനെ 18 ഇലക്ട്രോണുകൾ എം ഷെല്ലിൽ കാണപ്പെടുന്നു. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ്, ഇലക്ട്രോണുകൾ വന്നു നിറയുന്നത് ഷെല്ലുകളിലെ സബ് ഷെല്ലുകളിലാണ്. ഈ സബ് ഷെല്ലുകളെ എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ സൂചിപ്പിക്കാം. എസ് സബ് ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണുകളും, പിയിൽ 6ഉം ഡിയിൽ 10ഉം എഫിൽ 14 ഇലക്ട്രോണുകളും കാണപ്പെടുന്നു. ഇനി ഓരോ ഷെല്ലിലുമുള്ള സബ് ഷെല്ലുകളെ എങ്ങനെ സൂചിപ്പിക്കാം എന്നാണ് നമ്മൾ ഇവിടെ നെക്സ്റ്റ് പറയുന്നത്. സോ ഇത് ഒന്നാമത്തെ ഷെല്ലാണ്. 2, 3, 4 ഇങ്ങനെ 4 ഷെല്ലുകളാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഒന്നാമത്തെ ഷെല്ലിലുള്ള എസ് സബ് ഷെല്ലിനെ 1s എന്ന് കാണിക്കാം. ഇനി ഈ എസ് സബ് ഷെൽ രണ്ടാമത്തെ ഷെല്ലിലും മൂന്നാമത്തെ ഷെല്ലിലും നാലാമത്തെ ഷെല്ലിലും ഉണ്ട്. സോ ഈ സബ് ഷെല്ലുകളെ സൂചിപ്പിക്കാൻ, ഓരോ ഷെല്ലിലുമുള്ള സബ് ഷെല്ലുകളെ സൂചിപ്പിക്കാൻ ആ ഷെല്ലിൻ്റെ നമ്പർ ഈ സബ് ഷെല്ലിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ചേർക്കുന്നു. സോ ഇതിലെ എസ് സബ് ഷെൽ സൂചിപ്പിക്കാൻ, രണ്ടാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലിനെ സൂചിപ്പിക്കാൻ 2s എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇനി മൂന്നാമത്തെ ഷെല്ലിലെ പി സബ് ഷെൽ നമ്മൾ എഴുതുന്നത് 3p എന്നാണ്. ഇനി ഉദാഹരണത്തിന് 3d എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഡി സബ് ഷെൽ എന്നത് 3rd ഷെല്ലിലെ ഡി സബ് ഷെൽ എന്നാണത് വായിക്കേണ്ടത്. സോ 3d. ഇനി 4p എന്ന് എഴുതി കഴിഞ്ഞാൽ പി സബ് ഷെൽ നാലാമത്തെ ഷെല്ലിലെ പി സബ് ഷെൽ. സോ 1s എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെൽ. ഇങ്ങനെയാണ് സബ് ഷെല്ലുകളെ സൂചിപ്പിക്കുന്നത്. സബ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ എങ്ങനെ കാണിക്കാം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം, ഉദാഹരണത്തിന് ബോറോൺ ആറ്റോമിക് നമ്പർ 5, ഇതിൻ്റെ സാധാരണ ഇലക്ട്രോൺ വിന്യാസം 2, 3 എന്നാണ്. അതായത് ഒന്നാമത്തെ കെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളും രണ്ടാമത്തെ എൽ ഷെല്ലിൽ 3 ഇലക്ട്രോണുകളും കാണപ്പെടുന്നു. കെ ഷെല്ലിലുള്ള ഈ ഇലക്ട്രോണുകൾ നേരെ ഷെല്ലിലേക്കല്ല പോകുന്നത്, സബ് ഷെല്ലുകളിലേക്കാണ് വന്നു നിറയുന്നത്. സോ ആദ്യത്തെ 2 ഇലക്ട്രോണുകൾ കെ ഷെല്ലിലെ എസ് സബ് ഷെല്ലിലേക്കാണ് പോകുന്നത്. ഈ എസ് സബ് ഷെല്ലിനെ നമ്മളിങ്ങനെ സൂചിപ്പിക്കാം 1s. സോ 1sൽ പരമാവധി എസ്സിൽ പരമാവധി 2 ഇലക്ട്രോണുകളെ നമുക്ക് കാണിക്കാം. സോ ഇവിടെ ഇലക്ട്രോണുകളെ കാണിക്കുന്നത് ഈ സബ് ഷെല്ലിൻ്റെ വലതുഭാഗത്ത് മുകളിലാണ്. ഇത് വായിക്കേണ്ടത് ഇങ്ങനെയാണ് 1s2. ഇനി അടുത്ത 3 ഇലക്ട്രോണുകൾ
പോകുന്നത് ഈ എൽ ഷെല്ലിലേക്കാണ്. എൽ ഷെല്ലിൽ എസ് സബ് ഷെല്ലും പി സബ് ഷെല്ലും ഉണ്ട്. സോ അടുത്ത ഇലക്ട്രോൺ പോകുന്നത് രണ്ടാമത്തെ ഷെല്ലിലേക്കാണ്. രണ്ടാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലിൽ ആദ്യം പോകുന്നു 2s2. കാരണം ഈ 3 ഇലക്ട്രോണുകളെ ഒരുമിച്ച് നമുക്ക് എസിന് മുകളിൽ കാണിക്കാൻ കഴിയുന്നില്ല. കാരണം എസ്സിൽ പരമാവധി 2 ഇലക്ട്രോണുകൾ മാത്രമേ കൊള്ളുകയുള്ളൂ. സോ 1s2 2s2. സോ ഇവിടെ ആകെ 4 ഇലക്ട്രോണുകൾ ആയിട്ടുള്ളൂ, 5 ഇലക്ട്രോണുകളുണ്ട്. ഇനി അടുത്ത ഇലക്ട്രോൺ പി സബ് ഷെല്ലിലേക്ക് പോകുന്നു. ഈ പി സബ് ഷെൽ രണ്ടാമത്തെ ഷെല്ലായതുകൊണ്ട് നമ്മൾ എഴുതുന്നത് 2p എന്നാണ്. ഇനി ബാക്കി വരുന്ന ഇലക്ട്രോൺ 1 ആണ്. സോ ആറ്റോമിക് നമ്പർ, ബോറോണിൻ്റെ ആറ്റോമിക് നമ്പർ 5 ആണ്. അതിൻ്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഈ രീതിയിലാണ് എഴുതുന്നത്. ഇനി ആറ്റോമിക് നമ്പർ 6 ഉള്ള കാർബണിൻ്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇങ്ങനെയാണ് എഴുതുക. ആദ്യത്തെ ഇലക്ട്രോൺ ഒന്നാമത്തെ ഷെല്ലിലേക്കാണ് പോകുന്നത്. സോ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്കറിയാം 2 4 എന്നാണ്. ഇതിൻ്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇങ്ങനെയായിരിക്കും 1s2 2s2 2p2. കാരണം എസ്സിൽ പരമാവധി 2 ഇലക്ട്രോണുകൾ മാത്രമേ കൊള്ളുകയുള്ളൂ. പിയിൽ പരമാവധി 6 ഇലക്ട്രോൺ നമുക്ക് ഉൾക്കൊള്ളിക്കാം. പക്ഷേ ഇവിടെ 2 4 6, ഇവിടെ 6 ഇലക്ട്രോൺ ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഇനി വലിയ ആറ്റോമിക് നമ്പറുള്ള ആറ്റങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം എന്ന് നമുക്ക് നോക്കാം. ഉദാഹരണം സോഡിയം, ആറ്റോമിക് നമ്പർ 11. ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ് 281. കാരണം ഇതിൽ പരമാവധി ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണാണ് കൊള്ളുക, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണും, മൂന്നാമത്തെ ഷെല്ലിൽ പരമാവധി 18 ഇലക്ട്രോണും കൊള്ളും. ഇതിൽ നമുക്ക് ആറ്റോമിക് നമ്പർ 11 ആയതുകൊണ്ട് ഇവിടെ 281 എന്ന് മതി. 2 8 10 1 11. ഇനി ഇതിൻ്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് ഇങ്ങനെയാണ്. ഇതിലെ കെ ഷെല്ലിൽ 2 ഇലക്ട്രോണും എൽ ഷെല്ലിൽ 8 ഇലക്ട്രോണും എം ഷെല്ലിൽ 1 ഇലക്ട്രോണുമാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് ഇങ്ങനെയാണ്. കെ ഷെല്ലിൽ എസ് സബ് ഷെൽ മാത്രമേ ഉള്ളൂ. സോ 2 ഇലക്ട്രോൺ ഈ എസ് സബ് ഷെല്ലിൽ കാണിക്കാം 1s2. ഇനി അടുത്ത 8 ഇലക്ട്രോൺ പോകുന്നത് എസ് സബ് ഷെല്ലിലും പി സബ് ഷെല്ലിലേക്കുമാണ്. സോ 2s2 2p6, അതായത് 2 4 6 4 10. ഇപ്പോൾ ഇവിടെ 10 ഇലക്ട്രോണായി. ഇനി സോ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെൽ, ഇത് രണ്ടും രണ്ടാമത്തെ ഷെല്ലാണ്. രണ്ടാമത്തെ ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോൺ നമുക്ക് കാണാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ഷെല്ലിലേക്കാണ് ഇത് പോകുന്നത്. ഫസ്റ്റ് ഷെൽ, സെക്കൻഡ് ഷെൽ, തേർഡ് ഷെൽ. തേർഡ് ഷെല്ലിൽ ഇനി 1 ഇലക്ട്രോൺ മാത്രം മതി. ആ ഇലക്ട്രോൺ പോകുന്നത് ആദ്യത്തെ എസ് സബ് ഷെല്ലിലേക്കായിരിക്കും. സോ 3s1. ഇങ്ങനെയാണ് മൂലകങ്ങളുടെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കൺസെപ്റ്റുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീണ്ടും കാണാം.